മമ്മൂട്ടിയുടെ പ്രതികരണം ലഭ്യമായിരിക്കുകയാണ്. അതിലേക്ക് ആദ്യം ഒന്ന് നിശബ്ദരാകുക. എന്തിനായാലും വന്നത്? അപ്പോ വീണ്ടും ഒരു സംസ്ഥാന പുരസ്കാരത്തിന് കൂടെ അർഹനായിരിക്കുകയാണ്. അപ്പോ എന്താണ് ഈ നിമിഷത്തില് മമ്മൂട്ടി? ചോദ്യമില്ല, എന്ത് പറയാനായിട്ട് എന്ത് തോന്നുന്നു, അതിന്റെ എക്സ്പീരിയൻസ് അതാണോ? താങ്ക് യു എല്ലാവർക്കും. താങ്ക് യു. എന്റെ കൂടെ പുരസ്കാരങ്ങൾ നേടിയ എല്ലാവർക്കും, എന്റെ കോ ആക്ടേഴ്സ് അല്ലെങ്കിൽ ആസിഫിനും ടോവിനോയ്ക്കും കൺഗ്രാജുലേഷൻസ്. ഷംല ഹംസയ്ക്ക്, പിന്നെ അത് മഞ്ഞുമൽ ടീംസ് അല്ലേ, അതിന് ആക്ടർക്ക് അവാർഡ് ഉണ്ടോ? ആക്ടർക്ക് അവാർഡ് സൗബിനും ആസിഫ് അലി സബനല്ല, ബെസ്റ്റ് ആക്ടറാണ്. സൗബിനും എല്ലാവർക്കും, പിന്നെ നമ്മുടെ പടത്തിന് റോണക്സിനുണ്ട്, മ്യൂസിക് ഡയറക്ടറുണ്ട്. അങ്ങനെ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അമൽ നീരത് ടീമിന് അഭിനന്ദനങ്ങൾ, മഞ്ഞുമൽ ബോയ്സ് ടീമിന് അഭിനന്ദനങ്ങൾ. എല്ലാവർക്കും അവാർഡ് കിട്ടിയവർക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ, കിട്ടാത്തവർക്ക് അടുത്ത വർഷം കിട്ടും. ഓക്കെ, എങ്ങനെ നിങ്ങൾ കണ്ടല്ലേ? അങ്ങനെ ഇപ്പൊ പ്രതീക്ഷിച്ചിട്ടല്ലോ ചെയ്യുന്നത്, ഇതൊക്കെ സംഭവിക്കുന്നതാണ്. താങ്ക് യു. തൂക്കാൻ ഇതെന്താ വല്ല കട്ടിയാണ്. വൈവിധ്യമാർന്ന വേഷങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഈ ഭ്രമയുഗത്തിലേക്ക് വന്നപ്പോൾ അതിലെ വ്യത്യസ്തത എന്തായിരുന്നു? അത് കഥാപാത്രവും കഥയും ഒക്കെ വ്യത്യസ്തമാണ്, അതുകൊണ്ടാണ് മത്സരമുണ്ടായി പല തലമുറക്കൊപ്പം നടന്നതാണ്. എങ്ങനെയാണ് കാണുന്നത്? ഇതൊരു യാത്രയല്ലേ, കൂടെ നടക്കാൻ ഒത്തിരി പേരുണ്ടാവില്ലേ, അവരും നമ്മളൊപ്പം കൂട്ടിയ പോലെ എന്ന് വിചാരിച്ചാൽ മതി. ഇതൊരു മത്സരം എന്ന് പറയാൻ പറ്റില്ല അല്ലേ, നമ്മൾ ഓട്ട മത്സരമൊന്നും അല്ലല്ലോ. പുതുതലമുറയാണ് ഇത്തവണ അവാർഡ് മുഴുവൻ കൊണ്ടുപോയിരിക്കുന്നത്. ഞാനെന്താ പഴയതാണോ? ഞാനും ഈ തലമുറപ്പെട്ട ആളല്ലേ. മൈക്ക് എന്റെ അല്ലേ, ഇവരുടെ. സൈഫുന്നസയുടെ ചോദ്യമായിരുന്നു അതെന്ന് തോന്നുന്നു. പുതുതലമുറയിൽപ്പെട്ടവരെല്ലാം അവാർഡ് കൊണ്ടുപോയി എന്ന് ചോദിക്കുമ്പോൾ കുറിക്ക് കൊള്ളുന്ന മറുപടി തന്നെയാണ് മമ്മൂട്ടിയുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. ഞാനെന്താ പുതിയ തലമുറയല്ലേ, ഈ തലമുറയല്ലേ എന്നാണ് ചോദിച്ചത്.